അർജന്റീന ദേശീയ ഫുട്ബോൾ ടീം. അതെ, ആ ടീമിനെ വാക്കുകൾ കൊണ്ടോ വർണ്ണനകൾ കൊണ്ടോ വിവരണമാക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും സുപരിചിതമാണ് ആ ടീം. ഇന്ന് സാക്ഷാൽ ലയണൽ മെസ്സി പന്താടിക്കൊണ്ടിരിക്കുന്ന ആ നീലാകാശം. ആ നീലാകാശത്തിൽ മുന്നേ പാറി നടന്നവർ നിങ്ങളും വരെ കൈയടിച്ച് കൂടെ കൂട്ടിയവരാണ്. ഡീഗോ മറഡോണയും ഡിസ്റ്റെഫാനോയും ബാറ്റിസ്റ്റൂട്ടയും കെമ്പസും സെനേറ്റിയും റിക്വൽമിയും തുടങ്ങി പ്രതിഭകളേറെ പന്ത് തട്ടിയ ഒരു കാൽപന്ത് ഭൂമി. ലോക ഫുട്ബോൾ കാൽപന്ത് ആരാധകരിൽ എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്തൊരു ജനത അവരിൽ കൈയടിച്ച് കൂടെ കൂടി. ചരിത്ര പുസ്തകങ്ങളിൽ അവർക്ക് 2 ലോകകപ്പ് കിരീടങ്ങളും എണ്ണം പറഞ്ഞ കോപ്പ അമേരിക്കയുമുണ്ട്. പക്ഷേ 21ാം നൂറ്റാണ്ടിന് നിറവിൽ അവർ വെറും ശൂന്യമായൊരു ഭൂമി മാത്രമായിരുന്നു. കൈയടിക്കാൻ ആരാധകർ ഒരുപാടുണ്ടെങ്കിലും അവരുടെ മുഖങ്ങളിൽ സന്തോഷം പടർത്താൻ ആ ടീമിന് കഴിയാതെ പോകുന്നുണ്ട്. 1993 അവരുടെ അവസാന കിരീടം. 1986 ലോകകപ്പിനു ശേഷം മറഡോണയും സംഘവും നേടിയ കോപ്പ അമേരിക്ക. അവിടെ നിന്ന് ഒരു സുന്ദരമായ ജൈത്രയാത്രയ്ക്ക് സാധ്യമാകുമെന്ന് കരുതിയെങ്കിലും ശേഷം തകർച്ചയിലേക്ക് കുപ്പുകുത്തിയ അർജന്റീനയാണ് ആരാധകർ കണ്ടത്. നിരാശയുടെ കഴങ്ങളിലേക്ക് വലിച്ചിടപ്പെട്ട ഒരുപാട് ആരാധകർ. വേദനകളും യാതനകളും മാത്രം മനസ്സുകൊണ്ട് സ്വീകരിക്കുകയായിരുന്നു അവർ. എന്നിരുന്നാലും ആ ടീമിനൊപ്പം പ്രതീക്ഷകൾ തേടിയിറങ്ങി. കാലങ്ങൾ ഒരുപാട് പിന്നിട്ടു. അർജന്റീന കാൽപന്ത് ഭൂമിയിൽ പരിശീലക ദൗത്യം സ്വീകരിച്ച് ഒരുപാട് പേർ മുന്നോട്ട് വന്നു. കാൽപന്ത് ലോകത്ത് പ്രതിഭ തെളിയിച്ച ഒരുപാട് പേരെ ആ രാജ്യം സൃഷ്ടിച്ചെടുത്തു. പക്ഷേ ഒരു തിരിച്ചുവരവ് മാത്രം അവരിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു. 2007 ലയണൽ മെസ്സിയുടെ കീഴിൽ കോപ്പ അമേരിക്കയുടെ ഫൈനലിലേക്ക് അർജന്റീന എത്തുന്നുണ്ട്. പക്ഷേ അവിടെയും നിരാശ മാത്രമായിരുന്നു ഫലം. പിന്നീട് എല്ലാം തികഞ്ഞ മത്സരബുദ്ധിയോടെ 2014 ബ്രസീലിയൻ വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് എത്തുമ്പോൾ 21 വർഷത്തെ കാത്തിരിപ്പിന്റെ എല്ലാ നോവും അവിടെ അലിഞ്ഞു തീരുമെന്ന് കരുതിയതായിരുന്നു. പക്ഷെ പിന്നീട് വീശിയ ഗോഡ്സെയുടെ പേമാരി അവർക്കൊരു ദുസ്വപ്നമാക്കുമെന്നത് ആരും കരുതിയതായിരുന്നില്ല. അതുവരെ നെഞ്ചും വിരിച്ച് എല്ലാ കൊടുങ്കാറ്റിനും കാവിൽ നിന്ന റൊമേറോക്ക് ആ കാറ്റിൽ പതർച്ച വന്നത് ഭാഗ്യത്തിനു പോലും അർജന്റീനക്കൊപ്പം നിൽക്കാത്തതിനാലാവണം. ആ ടൂർണമെന്റിലെ ഏറ്റവും മനോഹരമായ കളിക്കാരനുള്ള ഗോൾഡൻ ബോളുമായി ലയണൽ മെസ്സി ആ സ്വർണ്ണ കപ്പിലേക്ക് നോക്കിക്കൊണ്ട് നിരാശനായി മടങ്ങുന്നത് തനിക്ക് കിട്ടേണ്ടത് ആ ബഹുമതിയല്ല, മറിച്ച് തനിക്ക് വേണ്ടത് ആ സ്വർണ്ണക്കപ്പാണ് എന്ന മട്ടിലായിരുന്നു. അയാൾ നെയ്തു കൂട്ടിയ സ്വപ്നങ്ങൾ ഒരു നിമിഷം പാടെ തകർന്നു പോയതിലുള്ള നിരാശയായിരുന്നു അത്. ആ നഷ്ടവും മനസ്സിൽ നിന്ന് മായ്ച്ച് അയാൾ അർജന്റീനയിലേക്ക് വീണ്ടും വണ്ടി കയറിയത് ഒരിക്കലെങ്കിലും ആ ഭാഗ്യം കൂടെ നിൽക്കുമെന്ന വിശ്വാസത്തിലാവണം. ആ വിശ്വാസം അയാളെ കൂടെ പിടിച്ച് എന്ന് കാൽപന്ത് ലോകം ഒന്നടങ്കം കരുതിയതാണ്. 2015 കോപ്പ അമേരിക്കയിലെ ഫൈനൽ മാമാങ്കത്തിന് അർജന്റീന ചിലിക്ക് മുന്നിലേക്ക് വരുമ്പോൾ ആ കിരീടമെങ്കിലും അർജന്റീനക്കുള്ളതാണെന്ന് ഒരു നിമിഷം എല്ലാവരും കരുതി. എല്ലാം കഴിഞ്ഞ് മത്സരത്തിന്റെ വിധി ഭാഗ്യപരീക്ഷണത്തിലേക്ക് നീട്ടപ്പെട്ടപ്പോഴും പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റിരുന്നില്ല. പക്ഷേ അർജന്റീന താരങ്ങൾ കേകമാനം പിഴച്ചപ്പോൾ ഒരിക്കൽ കൂടി കണ്ണീരിന്റെ മടക്കം അവിടം സമ്മാനിക്കുകയായിരുന്നു. തീർന്നില്ല. ഒരിക്കൽ കൂടി ഒരു കോപ്പ അമേരിക്ക അവതരിച്ചു. ആ കോപ്പയുടെ പേര് ദശാബ്ദി എന്നായിരുന്നു. കോപ്പയുടെ 100ാം വാർഷികത്തിൽ ഒരു സ്പെഷ്യൽ പതിപ്പ്. ഇത് അർജന്റീനയ്ക്ക് വേണ്ടി മാത്രമാണോ എന്നുപോലും ആരാധകർ ആഗ്രഹിച്ചു പോയി. വീണ്ടും ഒരു ഫൈനൽ അരങ്ങേറി. എതിരാളികൾ കഴിഞ്ഞ ഫൈനലിലെ അതേ ചിലി തന്നെയാണ്. പക്ഷെ മത്സരഫലം തോൽവി മാത്രമാണ്. തന്റെ രാജ്യത്തിന്റെ പ്രതീക്ഷകൾക്ക് കൂടെ നടക്കാൻ തനിക്കാവില്ലെന്ന ആത്മവിശ്വാസമില്ലായ്മ അയാൾ തന്റെ കളി നിർത്തിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ കണ്ണീരണിഞ്ഞ് കളി അവസാനിപ്പിക്കുന്നു. ആ തീരുമാനം അർജന്റീന ലോകത്തെ മാത്രമല്ല പിടിച്ചുകുലുക്കിയത്. ഒരു പതിറ്റാണ്ടിന്റെ കാൽപന്ത് വിസ്മയം കണ്ണീരിന്റെ പടിയിറക്കം വഴിവെച്ചപ്പോൾ കാൽപന്ത് ലോകം ഒന്നടങ്കം അയാളെ തിരികെ വിളിച്ചു. അമിതമായ മാനസിക സമ്മർദ്ദത്തിൽ അയാളുടെ ആ തീരുമാനം അയാൾ തന്നെ മാറ്റിയെഴുതി. അങ്ങനെ 2018 വേൾഡ് കപ്പ് വരുന്നു. ആ വേൾഡ് കപ്പിൽ അർജന്റീനയെ എങ്ങനെ വിവരിക്കണമെന്ന് എനിക്കറിയില്ല. 11 പേർ ലക്ഷ്യബോധമില്ലാതെ പാറിപ്പറക്കുന്ന പോലെ, എന്തുകൊണ്ടും നിരാശ മാത്രം സമ്മാനിക്കുന്ന കളിരീതി. തക്കതായ ആത്മധൈര്യമോ മനോവികാരമോ ആ കളിശൈലിയിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. പരിശീലകൻ ജോർജെ സാമ്പോളിയായിരുന്നു. അയാളിൽ ഉത്തേജിപ്പിച്ചത് ഒരുപാട് പ്രതീക്ഷകളോടെയായിരുന്നു.
സെവില്ലയിൽ അയാൾ തീർത്ത മാന്ത്രിക വിസ്മയങ്ങൾ ഈ അർജന്റീനയ്ക്ക് കൂട്ടാകുമെന്ന മുൻവിധിയോടെയായിരുന്നു അർജന്റീനൻ ലോകം അയാൾക്ക് ഈ ദൗത്യം വെച്ചു നൽകിയത്. പക്ഷേ ഫലം മറ്റൊന്നായി മാറി. അർജന്റീന തകർച്ചയിലേക്ക് വീണ്ടും വീണ്ടും മാറ്റി നിർത്തപ്പെട്ടു. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന കാത്തിരിപ്പിന് സാമ്പോളി എന്ന പരിശീലകൻ അറുതി വരുത്തുമെന്ന് കാണാമറയത്ത് കണ്ട സ്വപ്നങ്ങൾ വെറും കടങ്കഥകളായി മാറി. ഒടുവിൽ ആ തകർച്ചയുടെ കാര്യങ്ങളിലേക്ക് അവനും വഴുതി വീണപ്പോൾ ഇനി ആരാണെന്ന ചോദ്യം ലോകമൊന്നാകെ സ്വന്തം മനസ്സുകളോട് ചോദിച്ചു. അതെ, ഇനി ആരാണ് അർജന്റീനിയൻ ഫുട്ബോളിനെ രക്ഷിക്കാൻ വരിക? കാൽപന്ത് ലോകത്ത് ഒരുപാട് റൂമറുകൾ പരന്നു. സിമിയോണി, പൊച്ചറ്റിനോ, പെപ് ഗാർഡിയോള എന്നിങ്ങനെ പ്രമുഖരെ പോലും വട്ടമിട്ട് പറന്ന റൂമറുകൾ. പക്ഷേ എല്ലാ റൂമറുകൾക്കും അറുതി വരുത്തിക്കൊണ്ട് ടാപ്പിയോ എന്ന അർജന്റീനയുടെ തലവന്റെ തീരുമാനമെത്തി. സാമ്പോളിക്ക് കീഴിൽ 1.5 വർഷത്തെ മാത്രം പരിശീലക പരിചയമുള്ള ലയണൽ സ്കലോണിയെ പരിശീലക ദൗത്യത്തിലേക്ക് അയാൾ ആനയിക്കുന്നു. ഒരുപക്ഷെ അയാളിൽ ഈ ദൗത്യമേൽപ്പിക്കുമ്പോൾ സ്വപ്നങ്ങളോ പ്രതീക്ഷകളോ അവരിൽ ഒരുപാടുണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം പറഞ്ഞറിയിക്കാനോ കേട്ടാസ്വദിക്കാനോ പരിശീലക അവതാരക പിറവികൾ അയാളുടെ പ്രൊഫൈലിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അയാൾക്ക് മുമ്പിൽ തുറന്നിടപ്പെട്ടത് വിശാലമായൊരു ലോകമായിരുന്നു. ഒരുപാട് പരിശീലകന്മാർ സ്വപ്നങ്ങൾ നേടിയെടുത്ത് നടക്കാതെ പോയ വഴിവീതികളിലാണ് അയാൾക്ക് വെട്ടിത്തെളിക്കാനുള്ളത്. നിരാശയും കണ്ണീരും നിറഞ്ഞ പാതയിലേക്ക് 28 വർഷത്തിന്റെ ദൂരം അയാൾ എങ്ങനെ മറികടക്കും? മുന്നോട്ടുള്ള ഓരോ പടികളും അത്രമേൽ ദുഷ്കരമായതാണ്. പക്ഷേ തന്നിലെ വിശ്വാസത്തെ അയാൾ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞു. തനിക്ക് തൻ്റെതായ രീതിയിൽ അർജന്റീനയെ മാറ്റിയെടുക്കണമെങ്കിൽ താൻ ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ വേണമെന്ന്. അങ്ങനെ പാബ്ലോ ഐമർ മുതൽ തനിക്കാവശ്യമായ ഓരോ മാറ്റങ്ങളും അയാൾ എണ്ണി പറഞ്ഞു. ആ നിമിഷങ്ങളിൽ ഇത് അയാളുടെ അമിതാവേശമാണെന്ന് ഏവരും വിധിയെഴുതി. പക്ഷേ അർജന്റീന ഫുട്ബോളിന് ആവശ്യമായൊരു തിരിച്ചുവരവിന് എന്ത് മാറ്റങ്ങളിലേക്കും ആ ടീം ആ പരിശീലകനോടൊപ്പം കൂടെ നിന്നു. അങ്ങനെ 2019 കോപ്പയിലേക്ക് എത്തും മുമ്പേ അയാൾ തൻ്റെ വിശ്വാസങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എനിക്ക് സമയം ഒരുപാട് ആവശ്യമാണ്. പെടുന്നനെയുള്ള മാറ്റങ്ങളിലേക്ക് എനിക്കൊരിക്കലും സാധ്യമല്ല. ഒരു ടൂർണമെന്റിന് മുന്നേ ഇത്തരമൊരു മുൻകൂർ ജാമ്യം എടുത്തത് എന്തിനാണെന്നറിയില്ലായിരുന്നു. പക്ഷേ ആ മുൻകൂർ ജാമ്യത്തെ ശരിവെച്ചുകൊണ്ടായിരുന്നു കോപ്പ അമേരിക്കയിലെ ആദ്യ പ്രകടനങ്ങൾ. ആദ്യ മത്സരത്തിൽ കൊളംബിയക്കെതിരെ തോൽവിയായിരുന്നു വിധി. 2ാം മത്സരത്തിൽ പരാഗ്വയ്ക്കെതിരെ 1 ഗോളിന് പിറകിൽ നിന്ന് ലയണൽ മെസ്സിയുടെ പെനാൽറ്റിയിൽ കളി സമനില പിടിച്ച് അവസാനിച്ചു. ആരാധകർ ഒന്നടങ്കം ആ പരിശീലകനെ പഴിച്ചു. ഇത്രമേൽ മാറ്റങ്ങളിലേക്ക് ടീമിനെ മാറ്റിയിട്ടും എന്ത് മാറ്റമാണ് ടീമിൽ അയാൾക്ക് നടത്താൻ സാധിച്ചത്? കളിച്ച മത്സരങ്ങളിലെല്ലാം ആ വിജയം അകന്നു നിൽക്കുകയായിരുന്നു. പക്ഷേ ആ ടൂർണമെന്റിൽ അർജന്റീന കളി അവസാനിപ്പിച്ചത് സെമി ഫൈനലിലായിരുന്നു. ബ്രസീലിനെതിരെ തോറ്റുമടങ്ങുമ്പോൾ എവിടെയൊക്കെയോ ചില മാറ്റങ്ങൾ അർജന്റീന കാൽപന്ത് ലോകം കണ്ടു തുടങ്ങിയതോടെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അയാളെ സ്ഥിരമായ പരിശീലകനായി നിയമിക്കുന്നു. ശേഷം അയാൾ അർജന്റീനയെ കൊണ്ടുപോകുന്ന ഒരു തരം പരിവർത്തന പ്രക്രിയയുണ്ട്. ഒരുപക്ഷെ അതിനുശേഷം ഒരുപാട് മത്സരങ്ങൾ ഫ്രണ്ട്ലി മാച്ചായി അദ്ദേഹം ഒരുക്കി വെക്കുന്നു. ആ മത്സരങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹം ടീമിന്റെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തുടങ്ങി. എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണമെന്ന് അയാൾ പൂർണ്ണമായി ഗ്രഹിച്ചു പഠിച്ചു. ആ പരിവർത്തനത്തിന് വേണ്ടി അയാൾ 70ഓളം മാറ്റങ്ങളിലേക്ക് മുതിരുന്നുമുണ്ട്. അന്നയാൾ ടീമിലേക്ക് കൊണ്ടുവന്ന ചില നാമങ്ങളെ പരിഹാസരൂപേണ പലരും വിമർശിച്ചതായിരുന്നു. പക്ഷേ അന്നയാൾ അയാളുടെ ശരി മാത്രമായിരുന്നു നോക്കിയിരുന്നത്. ശേഷം അയാൾ തന്നെ മിനുക്കിയെടുത്ത മനോഹരമായ ടീമിനെ കൊണ്ട്, അതല്ലെങ്കിൽ നിരീക്ഷകർ വിമർശിച്ചിരുന്ന ആ നാമങ്ങളെ കൊണ്ട് കിരീടത്തിലേക്ക് എത്തിപ്പിടിക്കുമ്പോൾ ആ പരിവർത്തനത്തിന് പിന്നിൽ അയാളെടുത്ത തീരുമാനങ്ങളും അയാൾ മിനുക്കിയെടുത്ത താരങ്ങളുമായിരുന്നില്ലേ യഥാർത്ഥ ഹീറോകൾ. 2 വർഷങ്ങൾക്കിപ്പുറം അർജന്റീന ഒരു കോപ്പ അലങ്കരിക്കുന്നത് തുടർച്ചയായ അപരാജിത കുതിപ്പിന് സാക്ഷിയാക്കിക്കൊണ്ടാണെന്നോർക്കണം. മനോഹരമായൊരു ടീമിനെ കൊണ്ട് സ്കലോണി ബ്രസീലിലേക്ക് പറന്നിറങ്ങുമ്പോൾ അയാൾക്ക് ചില തീരുമാനങ്ങളുണ്ടായിരുന്നു. അയാളുടെ മാറ്റങ്ങളും അയാളുടെ തീരുമാനങ്ങളിലും ചോദ്യങ്ങൾക്ക് വകയില്ലെന്ന് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരുന്നു. ഓരോ മത്സരങ്ങളും കഴിഞ്ഞ് മാറക്കാനയിലെ ഫൈനൽ മാമാങ്കത്തിനിറങ്ങുമ്പോൾ എതിരാളികൾ ബ്രസീലായിരുന്നു. ആ മത്സരത്തെ എങ്ങനെ മറികടക്കുമെന്ന് അർജന്റീന ആരാധകരുടെ ആദികൾക്ക് ആ ഒരൊറ്റ നാമത്തിന്റെ വ്യാപ്തി മാത്രം മതിയായിരുന്നു. അതായിരുന്നു ലയണൽ സ്കലോണി. വേവരും വിമർശന പാത്രമാക്കിയെടുത്ത ഓട്ടോമെൻഡിയെ കൊണ്ട്, അതല്ലെങ്കിൽ മോണ്ടിയാലിനെ കൊണ്ട്, അതല്ലെങ്കിൽ അക്യൂനയെ കൊണ്ട് അയാൾ ഓരോ മത്സരത്തെയും എങ്ങനെ മാറ്റിയത് എന്ന് നിങ്ങൾ കണ്ടതല്ലേ? ആ ഫൈനൽ മത്സരത്തിൽ ഓട്ടോമെൻഡിയെ കൊണ്ട് അയാൾ നേടിയെടുത്ത നേട്ടങ്ങളെ എങ്ങനെ വിവരിക്കണമെന്ന് എനിക്കറിയില്ല. മത്സരത്തിന്റെ ആദ്യ നിമിഷം മുതൽ അവസാന നിമിഷം വരെ ഒറ്റയാൻ കണക്കെ നെയ്മർ നടത്തിയ മുന്നേറ്റങ്ങൾക്ക് ഓട്ടോമെൻഡി ഇല്ലായിരുന്നെങ്കിൽ ആ ഫലം മറ്റൊന്നായേനെ എന്ന് സമ്മതിക്കാൻ ആർക്കും മടിയുണ്ടാവില്ല. അതായിരുന്നു സ്കലോണിയുടെ തീരുമാനം.
എന്തിനു വേണ്ടിയാണ് താൻ ഓട്ടോമെന്റി എടുത്തതെന്ന് ആ താരത്തിന്റെ പ്രകടനത്തിൽ നിന്ന് വിമർശകർ മനസ്സിലാക്കിയിരുന്നു. ആ ഫൈനൽ മത്സരത്തിലെ ഗോൾ വന്ന വഴിയെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ബ്രസീലിന്റെ ബലഹീനത എവിടെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പ്രാപ്തമായൊരു കെണിയൊരുക്കുകയായിരുന്നു അർജന്റീന. ഡീപോളിനെ കൊണ്ട് അത്രമേൽ സുന്ദരമായ ഒരു അത്യുഗ്രൻ ലോങ് പാസ് നൽകാൻ പഠിപ്പിച്ചത് അയാളല്ലേ? വിമർശനങ്ങളിൽ നിന്ന് അയാൾ ആ ടീമിനെ ചരിത്രത്തിന്റെ തന്നെ ഏറ്റവും മനോഹരമായ ഒന്നാക്കി മാറ്റി. ഓട്ടോമെന്റിയും ഡീപോളിലും മാത്രം ഒതുങ്ങിയതല്ല അയാളുടെ പരിവർത്തനം. അർജന്റീന നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഒരു ഗോൾ കീപ്പർ എന്നത്. പക്ഷേ ആ 2 വർഷത്തിനിടക്ക് അയാൾ കണ്ടെത്തിയ നാമമായിരുന്നു എമിലിയാനോ ഡിബു മാർട്ടിനസ്. ഒരുപക്ഷെ എമി വന്ന വഴി പോലും ആർക്കും ഓർമ്മയുണ്ടാകില്ല. വെറും 2 വർഷം കൊണ്ട് അർജന്റീന ചരിത്രത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു കാവൽക്കാരനെ ലോകത്തിന് സമ്മാനിച്ചത് സ്കലോണി തന്നെയല്ലേ? ലോസെൽസോയും മാക്കലിസ്റ്ററും എൻസോയുമെല്ലാം ആ നിരയിലേക്ക് ഇനിയും ചേർത്തെഴുതാൻ മാത്രം പ്രാപ്തിയുള്ളവരായിരുന്നു. അന്ന് മാറക്കാനയുടെ മണ്ണിൽ 28 വർഷ കാത്തിരിപ്പിന് അയാൾ അന്ത്യം കുറിക്കാൻ മിനുക്കിയെടുത്തു വെച്ചതായിരുന്നില്ലേ ആ 11ാം നമ്പറുകാരൻ ഏഞ്ചൽ ഡി മരിയെ? അയാൾക്ക് കളിശൈലി അറിയില്ല, അയാളുടെ ടാക്ടിക് അറിയില്ല എന്നെല്ലാം പറഞ്ഞവർക്ക് അയാൾ ഫൈനലിൽ നടത്തിയ മനോഹരമായ മെയിൻ ഗെയിമിന് ടാക്ടിക് അല്ലാതെ പിന്നെന്താണ് പറയുക? തീർച്ചയായും ബ്രസീലിയൻ പ്രതിരോധം വലിഞ്ഞു മുറുക്കുമെന്ന മുൻവിധികളുള്ള ലയണൽ മെസ്സിയെ ഫ്രീ ആയി കളിപ്പിക്കുന്നു. പക്ഷേ ആ സ്ഥാനത്തേക്ക് കളിയെ നിയന്ത്രണമാക്കാൻ വേണ്ടി മരിയയെ നിയമിക്കുന്നത് തന്നെയല്ലേ യഥാർത്ഥ ടാക്ടിക്കൽ ഗെയിം? കാൽപന്ത് ലോകത്ത് പേര് കേട്ടവർക്ക്, ഒന്നും സാധിക്കാത്ത പ്രതീക്ഷകളും പ്രത്യാശകളും ഏറെ പറഞ്ഞറിയിച്ചവർക്ക് ഒന്നും സാധിക്കാത്തൊരു ലോകത്തേക്ക് അയാൾ അർജന്റീനയെ കെട്ടിപ്പടുത്തുയർത്തി. ഒരുപക്ഷെ അയാൾ വന്ന സമയത്ത് അയാൾക്ക് ഇത്രമേൽ സാധ്യതകൾ ആരും കൽപ്പിച്ചതേയില്ല. അയാൾക്ക് മറികടക്കാനുള്ളത് ഏറ്റവും ദുർഘടമായ വഴികളാണെന്ന് അയാൾക്കാദ്യമേ അറിയാമായിരുന്നു. അർജന്റീന ആ ലോകത്തിന് അത്രമേൽ സുന്ദരമായ ഒന്നായിരുന്നു. ഒരുപക്ഷെ ഒരു ടീമും നേരിൽ അനുഭവിക്കാത്ത അനുഭവങ്ങളായിരുന്നു 28 വർഷ കാത്തിരിപ്പ് കൊണ്ട് അവർക്ക് ഈ കിരീടം സമ്മാനിച്ചത്. സ്കലോണിയുടെ തന്ത്രങ്ങൾ ആ കോപ്പയിൽ ഒതുങ്ങിയില്ല. അയാൾ തന്റെ ടീമിനെ കൊണ്ട് വീണ്ടും ആകാശ നീലിമയിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്. നേട്ടങ്ങളും പ്രകീർത്തനങ്ങളും മാത്രം കേട്ടു തുടങ്ങിയ അർജന്റീന ലോകം, ആരാധകർ ഒന്നടങ്കം സന്തുഷ്ടരാണ്. കാലങ്ങളേറെയായി എതിരാളികളുടെ പരിഹാസം കേട്ട് നിരാശ മാത്രമായി കൂടെ കൊണ്ടു നടന്നവർക്ക് ഇത്രമേൽ സുന്ദരമായൊരു കിരീടം സമ്മാനിച്ച സ്കലോണിയെ അവർ വാനോളം പുകഴ്ത്തി. ശേഷം യൂറോ കപ്പ് ചാമ്പ്യന്മാരും കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരും തമ്മിൽ ഫൈനലിസ്മ മത്സരം നടക്കുന്നുണ്ട്. എതിരാളികൾ ഇറ്റലിയായിരുന്നു. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു വന്ന ഇറ്റലിക്ക് പക്ഷേ അർജന്റീനക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. സ്കലോണിസത്തിൽ പരിവർത്തിക്കപ്പെട്ട അർജന്റീന ഇറ്റലിയും കടന്ന് ആ രാജ്യ കിരീടവും സ്വന്തമാക്കി. 3 വർഷം കൊണ്ട് 2 കിരീടം നേടിയ അർജന്റീന വിലാജിക്കുകയാണ്. പക്ഷേ പരിശീലക ദൗത്യം അവസാനിപ്പിച്ച് സ്കലോണി തന്റെ കുടുംബത്തോടം ചേരുകയാണ് എന്ന റൂമറുകൾ അതിനിടയ്ക്ക് പരന്നിരുന്നു. തന്നിലേൽപ്പിച്ച ദൗത്യം താൻ പൂർത്തീകരിച്ചു എന്നുള്ള ആത്മവിശ്വാസത്തോടെ അയാൾ ഒരു നിമിഷം പടിയിറക്കം ആഗ്രഹിച്ചു. പക്ഷേ ആരാധകർക്കത് ഉൾക്കൊള്ളാനായില്ല. പക്ഷേ ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യക്കെതിരെ കാലിടറിയപ്പോൾ ആ അമിതാവേശമെല്ലാം കെട്ടടങ്ങി. പക്ഷേ സ്കലോണി ശാന്തനായിരുന്നു. ഒരുപക്ഷെ ഈ തോൽവി അയാളുടെ കണക്ക് കൂട്ടലുകൾക്കെതിരാണെങ്കിലും അയാളുടെ അടുത്ത് മരുന്നുകൾ ഒരുപാടുണ്ടായിരുന്നു. അയാൾ മാറ്റങ്ങളിലേക്ക് നീങ്ങി. പപ്പുവിനു പകരം മാക്കലിസ്റ്ററെയും പലരെയും പരീക്ഷിച്ചു. അയാളുടെ പരീക്ഷണങ്ങൾ അതേപടി സത്യമായി അവതരിച്ചു. ശേഷം നടന്നത് ചരിത്രയാത്രയാണ്. ഓസ്ട്രേലിയയും മെക്സിക്കോയും നെതർലാൻഡ്സും കടന്നുള്ള അതിമനോഹരമായ യാത്ര. ആ യാത്ര ചെന്നവസാനിക്കുന്നത് ആ ഖത്തർ വേൾഡ് കപ്പിലെ കിരീട മാമാങ്കത്തിലാണ്. ആ പോരാട്ടത്തിൽ എതിരാളികൾ കഴിഞ്ഞ വേൾഡ് കപ്പിലെ വിജയികളായ ഫ്രാൻസുമാണ്. വഴികൾ എളുപ്പമല്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം അർജന്റീനക്കുണ്ട്. പക്ഷേ തന്നിലേൽപ്പിച്ച ആത്മവിശ്വാസം കൊണ്ട് ഓരോ കളിക്കാരും അതിമനോഹരമായി തന്നെ പോരാടി. ചരിത്രത്തിലെ തന്നെ ഏറ്റവും മനോഹരമായൊരു വേൾഡ് കപ്പ് ഫൈനൽ മത്സരമായിരുന്നു അന്ന് ഖത്തറിൽ അരങ്ങേറിയത്. കൊണ്ടും കൊടുത്തും ഗോളുകൾ കൊണ്ട് ഇരു ടീമുകളും പരസ്പരം പോരടിച്ചു. പേമാരിയായി അവതരിച്ച എംബാപ്പെ ഒരു നിമിഷം ഫ്രാൻസിന് പ്രതീക്ഷ നൽകിയെങ്കിലും എമി മാർട്ടിനസ് എന്ന അവതാരപ്പിറവി തന്റെ രാജ്യത്തിന്റെ കണ്ണീർമടക്കം കാണാൻ താല്പര്യമുള്ളവനായിരുന്നില്ല. കളി ഒരു നിമിഷം ഫ്രാൻസിന് അനുകൂലമാകുമെന്ന് കരുതിയെടുത്ത് കൗലോ മുവാനിയുടെ ഷോട്ടിന് എമി നൽകിയ കാവലായിരുന്നു ഒരുപക്ഷെ ആ ഫൈനലിലെ അതിമനോഹര ചിത്രം. മത്സരം ഭാഗ്യപരീക്ഷണത്തിലൂടെ അർജന്റീന വിജയിക്കുകയായിരുന്നു.
എന്തൊരു മനോഹരമായ യാത്രയാണല്ലേ. 2019 പരിശീലക ദൗത്യം സ്വീകരിച്ച് പങ്കെടുത്ത 3 ടൂർണമെന്റുകളിലും തന്റെ രാജ്യത്തെ വിജയികളിലാക്കി അർജന്റീന നടത്തിയ ആ പരിവർത്തന യാത്രയെ അജയമെന്നല്ലാതെ എങ്ങനെ വിശദീകരിക്കും? അയാൾ ഈ ദൗത്യത്തെ സ്വീകരിച്ചത് മുതൽ അയാൾ നേരിട്ട വിമർശനങ്ങളും പരിഹാസങ്ങളും എല്ലാം കേൾക്കുമ്പോൾ അന്നേരം പലർക്കും അറിയില്ലായിരുന്നു അയാൾ ചരിത്രത്തിലെ അതിമനോഹരമായ കളികളിലേക്കാണ് തന്റെ ടീമിനെ കൊണ്ടു നടക്കുന്നത് എന്ന്. 2024 കോപ്പയിലേക്ക് എത്തുമ്പോൾ അയാൾക്ക് മുമ്പിൽ പ്രതിസന്ധികളോ സമ്മർദ്ദങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. തന്റെ ചരിത്ര ടീമിനെ കൊണ്ട് വീണ്ടും ഒരു കിരീട പോരിനിറങ്ങുമ്പോൾ അയാൾക്ക് മുന്നിൽ കൈയടിക്കാൻ ഇന്നൊരുപാട് പേരുണ്ട്. തന്റെ പരിശീലക ദൗത്യത്തിൽ ആദ്യ നിമിഷത്തിൽ കളിയാക്കിയവരും പരിഹസിച്ചവരുമെല്ലാം ഇന്ന് അയാളുടെ ഉറ്റത്തോഴന്മാരാണ്. അയാൾ ഈ ടൂർണമെന്റിലും എല്ലാം മറികടന്ന് വീണ്ടും ഒരു ഫൈനലിൽ അവതരിക്കുകയാണ്. ഇന്നിത ഫൈനലിൽ ഈ ടൂർണമെന്റിലെ തന്നെ മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കൊളംബിയയും പരാജയപ്പെടുത്തിക്കൊണ്ട് അയാളുടെ 4ാം ട്രോഫിയും സ്വന്തമാക്കിയിരിക്കുകയാണ്. അതെ, സർവാധിപത്യത്തോടെ സ്കലോണി യുഗത്തിൽ മറ്റൊരു പൊൻതൂവൽ കൂടി അർജന്റീന ഇതാ നേടിയിരിക്കുന്നു. പൊരുതി കളിച്ച കൊളംബിയയെ ലൗത്രോ മാർട്ടിനസിന്റെ അധിക സമയത്തിന്റെ ഗോളിൽ മറികടന്ന് ആവേശങ്ങളുടെ ആവേശവും പ്രചോദനങ്ങളുടെ പ്രചോദനവുമായ അവരുടെ ഏഞ്ചലിനും കളി മുഴിപ്പിക്കാതെ വികാരങ്ങളുടെ വേലിയേറ്റങ്ങളിൽ ഡഗൌട്ടിൽ കണ്ണീർ വാർത്ത അവരുടെ ഒരേയൊരു മിശിഹാക്കും കിരീടം കൊണ്ടൊരു അർച്ചന നൽകി തിരിച്ചു കയറി. ഇടമുറിയാത്ത കൊളംബിയൻ ആക്രമണങ്ങളിൽ ആദ്യ പകുതിയിൽ ചരിത്രത്തിൽ പോലുമില്ലാത്ത അർജന്റീന പരിചയസമ്പത്ത് കൊണ്ട് മത്സരം തിരികെ പിടിച്ച കാഴ്ചകളായിരുന്നു ഇന്ന് ഫൈനലിൽ കണ്ടിരുന്നത്. അതെ, ഇതെന്തൊരു ചരിത്രമായ തിരിച്ചുവരവാണ്. ഇതിനെല്ലാം നമ്മൾ നന്ദി പറയേണ്ടത് അയാളോട് തന്നെയാണ്. അതെ, പരിശീലകൻ ലയണൽ സ്കലോണിയോട്. ചരിത്രത്തിലെ തന്നെ അതിമനോഹരമായ ഒരു ചരിത്ര പുസ്തകമായി നിങ്ങൾ വായിക്കപ്പെടും. ഓരോ മത്സരശേഷവും നിർവികാരനായി നിങ്ങൾ നിൽക്കുന്നത് കണ്ടിട്ട് എതിരാളികൾ പോലും അമ്പരന്നതാണ്. വിജയത്തിൽ പോലും ഒരു വികാരത്തെയും പ്രകടിപ്പിക്കാതെ കിരീടത്തിനു വേണ്ടി കാത്തിരുന്ന് ആ പരിശീലകനെ എത്രമാത്രം നന്ദി കൊണ്ട് അലങ്കരിക്കണമെന്ന് അർജന്റീന ലോകത്തിനറിയില്ല. അയാളുടെ മനോവികാരം എത്രമായിരുന്നുവെന്ന് ലോക കിരീടം നേടിയ ശേഷം അയാൾ വിതുമ്പി പൊട്ടിക്കരയുമ്പോൾ ആ മുഖഭാവത്തിൽ നിന്ന് ഏവരും മനസ്സിലാക്കിയതാണ്. പ്രിയപ്പെട്ട സ്കലോണിയെ, നിങ്ങൾക്ക് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. ഒരു കാലത്ത് കാത്തിരിപ്പിന്റെയും വേദനയുടെയും നോവുമെല്ലാം കഥകളാക്കി തുന്നിച്ചേർത്ത റൊസാരിയോ മുത്തശ്ശി കഥകളിൽ ഇനി നിങ്ങളുടെ കഥകളാണ് അവതരിക്കപ്പെടുക. അനന്തമായി നീണ്ടുപോയ നഷ്ടകഥകൾക്ക് മുമ്പിൽ തീർപ്പ് സൃഷ്ടിച്ചതിന് കാൽപന്താരാധകരുടെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് ഒരുപാട് നന്ദിയുണ്ട്.